ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രവാചകന്റെ അജ്ഞാത കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 4 അധ്യായം 1 വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാം ഒരു പ്രവാചക കുടുംബത്തെ കാണുന്നു. എന്നാൽ ഈ പ്രവാചകന്റെ പേര് നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ മക്കളുടെയോ പേരുകൾ നമുക്കറിയില്ല. കുടുംബം അറിയപ്പെട്ടിരുന്നില്ലെങ്കിലും ആ കുടുംബത്തിന് കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. പ്രവാചകന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തി, അങ്ങയുടെ ദാസൻ എൻ്റെ ഭർത്താവ് ദൈവഭയത്തിൽ നടന്നു എന്ന്. പ്രവാചകന്റെ മരണശേഷം കുടുംബം കടക്കെണിയിലായി. അവന്റെ മക്കളും അനാഥരായി. എന്നാൽ കർത്താവ് അവരെ കൈവിട്ടില്ല. കടബാധ്യതകൾ തീർക്കാൻ അവർക്കായി ഒരു പുതിയ വഴിയുണ്ടാക്കി. ആ കുടുംബനാഥൻ ദൈവഭയത്തിൽ നടന്നതുകൊണ്ടായിരുന്നു അത്. ദൈവമക്കളെ, ദൈവഭയം നിങ്ങളിലും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്യുക. ദൈവം എന്നെ നിരീക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവന്റെ ദൃഷ്ടിയിൽ നിവർന്നു നടക്കണം എന്ന്. സങ്കീർത്തനം 128 അധ്യായത്തിൽ കർത്താവിനെ ഭയപ്പെടുന്നവരുടെ അനുഗ്രഹങ്ങൾ വിവരിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നിനക്ക് നന്മയുണ്ടാകും. ഇത് സങ്കീർത്തനം 128 അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തിരുവെഴുത്തുകൾ പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവരെ അവൻ അനുഗ്രഹിക്കും, ചെറിയവരെയും വലിയവരെയും. കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കട്ടെ എന്ന്. ഇത് സങ്കീർത്തനങ്ങൾ 115 അധ്യായം 13-14 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്നെ ഭയപ്പെടുന്ന ഓരോ മനുഷ്യനെയും കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചുവെന്ന് നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. നീതിമാന്മാരുടെ സന്തതി അപ്പത്തിനായി ഇരക്കുന്നത് എവിടെയും കാണാൻ കഴിയുകയില്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ് തുടങ്ങിയ ഗോത്രപിതാക്കന്മാർ കർത്താവിനെ ഭയപ്പെട്ട് നടന്നതിനാൽ ലൗകികവും ആത്മീകവുമായ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിനെ ഭയപ്പെടുക, അവന്റെ വചനം ശ്രദ്ധിക്കുക. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് ഇയ്യോബ് 28 അധ്യായം 28 വാക്യത്തിലും സദൃശവാക്യങ്ങൾ 1 അധ്യായം 7 വാക്യത്തിലും നാം വായിക്കുന്നു. ഈ ധ്യാനത്തിന്റെ തുടക്കത്തിൽ പരാമർശിച്ച പ്രവാചകന്റെ ഭാര്യയോട് ഏലിശ പറഞ്ഞു, പോകൂ, എല്ലായിടത്തു നിന്നും നിങ്ങളുടെ എല്ലാ അയൽക്കാരിൽ നിന്നും പാത്രങ്ങൾ കടം വാങ്ങുക. ശൂന്യമായ പാത്രങ്ങൾ കുറച്ചു മാത്രം ശേഖരിക്കരുത്. നീയും നിന്റെ മക്കളും അകത്ത് കടന്ന് പുറകിൽ വാതിലടയ്ക്കണം. എന്നിട്ട് ആ പാത്രങ്ങളിലെല്ലാം എണ്ണ നിറച്ച് മാറ്റിവെക്കുക. നിറയാൻ ഒഴിഞ്ഞ പാത്രങ്ങളൊന്നും ഉണ്ടാകാത്ത ഇടത്തോളം എണ്ണ പാത്രത്തിൽ നിന്ന് വറ്റാത്ത ഉറവ് പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ദൈവം അവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെ കുറവുകളെല്ലാം ഇല്ലാതാക്കാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം ചെയ്യും. നിന്റെ കലശത്തിലെ എണ്ണ തീരുകയില്ല, നിന്റെ കലത്തിലെ മാവും തീരില്ല. നിന്റെ കൊട്ടയും നീ കുഴയ്ക്കുന്ന പാത്രവും അനുഗ്രഹിക്കപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സദൃശവാക്യങ്ങൾ 8 അധ്യായം 13 വാക്യം. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള നാവ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 26-27 അധ്യായങ്ങൾ, വൈകുന്നേരം ഫിലിപ്പിയർ 2 അധ്യായം. ആമേൻ.